ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നോക്കാൻ പോകുന്നത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഇന്ന് രാത്രി വരാൻ പോകുന്ന ടുനൈറ്റ് അപ്ഡേറ്റ്, അതോടൊപ്പം നമ്മുടെ ഓൾഡ് ലൈറ്റ് റിട്ടേൺ വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ന്യൂസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഓൾഡ് ഇവോ ബണ്ടിൽസ് റിട്ടേൺ വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഈ ഒരു വീഡിയോ കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്ത് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഫസ്റ്റത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഓൾഡ് എലൈറ്റ് പാസ് ഒക്കെ റിട്ടേൺ വരാൻ പോവുകയാണ്. ഏതൊക്കെ ബണ്ടിൽസ് ആണ് വരുന്നതെന്ന് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് എലൈറ്റ്, സെക്കൻഡ് എലൈറ്റ്, തേർഡ് എലൈറ്റ്, ഫോർത്ത് എലൈറ്റ്, അതോടൊപ്പം ഫിഫ്ത്ത് എലൈറ്റ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വീണ്ടും റിട്ടേൺ വരാൻ പോകുന്നത്. നമ്മുടെ ലീക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ ലെക്രോയിൽ ഇവൻ്റ് വഴിയായിരിക്കും ഈ ഒരു ബണ്ടിൽസും കാര്യങ്ങളൊക്കെ റിട്ടേൺ വരാൻ പോകുന്നത്. ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് എലൈറ്റ് ബണ്ടിൽ വരുന്നത്. ഈ ബണ്ടിലായിരിക്കും നമ്മുടെ മെയിൻ റിവാർഡായിട്ട് ഈ ഒരു ഇവൻറ്റിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് എലൈറ്റിൻ്റെ ഫീമെയിൽ ബണ്ടിലും വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ സെക്കൻഡ് എലൈറ്റിൻ്റെ മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലുമാണ്. പിന്നെ അടുത്ത ബണ്ടിൽ വരുന്നത് നമ്മുടെ തേർഡ് എലൈറ്റിൻ്റെ ബണ്ടിലാണ്. ഇവിടെ കാണുന്നതാണ് നമ്മുടെ തേർഡ് എലൈറ്റിൻ്റെ ബണ്ടിൽ വരുന്നത്. നമ്മുടെ ഗ്യാസ് മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബണ്ടിലാണ് ഈ ഒരു ബണ്ടിൽ വരുന്നത്. പണ്ടത്തെ പ്ലേയേഴ്സിനൊക്കെ അറിയാവുന്ന ഒരു ബണ്ടിലാണ്, നല്ല റയറായിട്ടുള്ള ബണ്ടിലാണ് ഈ ഒരു ബണ്ടിൽ. പിന്നെ അതിൻ്റെ തന്നെ ഫീമെയിൽ ബണ്ടിലും വരുന്നുണ്ട്. ഇവിടെ കാണുന്നതാണ് ആ ഒരു ഫീമെയിൽ ബണ്ടിൽ വരുന്നത്. ഈ ഒരു ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഫേസിലും ഗ്യാസ് മാസ്ക് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ബണ്ടിലാണ്. അടുത്ത ബണ്ടിൽ വരുന്നതാണ് നമ്മുടെ പൈറേറ്റ് ബണ്ടിൽ. നമ്മുടെ ഫോർത്ത് ലൈറ്റിലാണ് ഈ ഒരു പൈറേറ്റ് ബണ്ടിൽ വരുന്നത്. ഇങ്ങനത്തെ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബണ്ടിലാണ്. അതിൻ്റെ ഫീമെയിൽ ബണ്ടിലാണ് ഇവിടെ കാണുന്നത്. പിന്നെ അവസാനം വരുന്നതാണ് നമ്മുടെ ഫിഫ്ത്ത് ലൈറ്റ്. അപ്പോൾ ഈ 5 ലൈറ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഇവൻറ്റ് വഴി റിട്ടേൺ വരാൻ പോകുന്നത്. ഈ ബണ്ടിലും കാര്യങ്ങളൊക്കെ പണ്ടത്തെ പ്ലേയേഴ്സിനൊക്കെ അറിയാവുന്നതാണ്. ഈ സെക്കൻഡ് ലൈറ്റും കാര്യങ്ങളും പണ്ടത്തെ പ്ലേയേഴ്സിൻ്റെ ഡ്രീം ആയിട്ടുള്ള ബണ്ടിലാണ്. അപ്പോഴെടുക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ ബണ്ടിൽസ് ഒക്കെ എടുക്കാനായിട്ടാണെങ്കിൽ നല്ല ഡയമണ്ട് പൊട്ടുന്നതായിരിക്കും. ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഇവൻറ്റ് എന്താണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് നോക്കുവാണെങ്കിൽ കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഏകദേശം നോക്കുവാണെങ്കിൽ നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടായിരിക്കും വരാൻ പോകുന്നതെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയ അപ്ഡേറ്റ്. അതായത് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഇവോ ബണ്ടിൽസും കാര്യങ്ങളും നമ്മുടെ ഗെയിമിലോട്ട് റിട്ടേൺ വരാൻ പോവുകയാണ്. ഏതൊക്കെ ബണ്ടിൽസ് ആണ് റിട്ടേൺ വരാൻ പോകുന്നതിനെ പറ്റിയുള്ള കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ കാണുന്ന ഈ ഒരു ബണ്ടിലിൻ്റെ അപ്ഡേറ്റ് മാത്രമാണ്. എന്തായാലും ഏതെങ്കിലുമൊക്കെ ഇവോ ബണ്ടിൽസ് നമ്മുടെ ഗെയിമിലോട്ട് റിട്ടേൺ വരുന്നതായിരിക്കും. അതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ് കിട്ടുമ്പോൾ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ആവുന്നതായിരിക്കും. ഈ ഒരു ബണ്ടിൽ നമ്മുടെ റിംഗ് ഇവന്റ് വഴിയായിരിക്കും വരുന്നത്. അത് മാത്രമാണ് ഇപ്പോൾ കൺഫേം ആയിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ അവസാനത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നാളെ രാവിലെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ടുനൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഇവിടെ കാണുന്ന ഈ ഒരു ബണ്ടിലാണ് നാളെ രാവിലെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. ഇത് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു മെയിൽ ബണ്ടിലാണ് നമ്മുടെ മെയിൻ റിവാർഡായിട്ട് വരാൻ പോകുന്നത്. നമ്മുടെ റിംഗ് ഇവന്റില്ലേ, ആ ഒരു ഇവന്റ് വഴിയായിരിക്കും ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. ഈ ഒരു ബണ്ടിന്റെ പേര് നോക്കുവാണെങ്കിൽ എംബർ ഫ്രാക്ചർ ബണ്ടിൽ എന്നാണ്. അടുത്ത് നമ്മുടെ ഗെയിമിൽ ക്ലിക്ക് ആവാൻ പോകുന്ന ഒരു ബണ്ടിലായിരിക്കും ഇത്. നമ്മുടെ ഇവോ ബണ്ടിലൊക്കെ പോലെയാണ് ഈ ഒരു ബണ്ടിലും വരുന്നത്. ഈ ഒരു ബണ്ടിലെ ഹെയർ നോക്കുവാണെങ്കിലും ഷർട്ട് നോക്കുവാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പാൻറ്റും ഷൂസൊക്കെ നോക്കുവാണെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഷൂസും പാൻറ്റും ഒക്കെയാണ്. എനിക്കെന്തായാലും ഈ ഹെയറും ഷർട്ടും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷർട്ട് വരുന്നത് നമ്മളെ ബ്ലാക്ക് ടീഷർട്ടില്ല, ആ ഒരു തീമിലാണ് ഈ ഒരു ഷർട്ടും വരുന്നത്. അതോടൊപ്പം സൈഡിലായിട്ടാണെങ്കിൽ ഒരു ഓറഞ്ച് തീമിലുള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്ലാക്കിലെ ആ ഒരു ഓറഞ്ചും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഹെയർ വരുന്നത്. ഹെയർ എന്തായാലും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെയറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തീമിലാണ് നമ്മുടെ ഫീമെയിൽ ബണ്ടിലും വരുന്നത്. ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഫീമെയിൽ ബണ്ടിൽ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും സെയിം നമ്മുടെ മെയിൽ ബണ്ടിൽ പോലെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല, നമ്മുടെ ബ്ലാക്ക് ടീഷർട്ട് പോലെ തന്നെയാണ് വരുന്നത്. അതോടൊപ്പം സൈഡിലായിട്ടാണെങ്കിൽ നമ്മൾ ഓറഞ്ച് ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പേര് നമ്മുടെ മെയിൽ ബണ്ടിലായിരിക്കും എടുക്കാൻ പോകുന്നത്. ഫീമെയിൽ ബണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഫീമെയിൽ ബണ്ടിൽ എടുക്കാവുന്നതാണ്. ഞാൻ എന്തായാലും എടുക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൽ ബണ്ടിലേ എടുക്കത്തുള്ളൂ. പിന്നെ ഈ 2 ബണ്ടിലെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബണ്ടിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള കുറേ ആനിമേഷനും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത റിവാർഡ് വരുന്നത് നമുക്കിവിടെ കാണുന്ന ഈ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ്. പിന്നെ ഈ ഒരു ബാക്ക് പാക്കിൻ്റെ പേര് നോക്കുവാണെങ്കിൽ ഫ്രാക്ചർ സിന്തോക്ട് എന്നാണ്. ഈ ഒരു ബാക്ക് പാക്കിൻ്റെ തീം നോക്കുവാണെങ്കിൽ ഒരാളിങ്ങനെ കയ്യിൽ തീം വെച്ചുകൊണ്ട് നിൽക്കുന്ന പോലുള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതോടൊപ്പം ബാക്കിലായിട്ടാണെങ്കിൽ ചിറകും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുറേ വർഷത്തിന് ശേഷം വന്നതിൽ അടിപൊളിയായിട്ടുള്ളൊരു ബാക്ക് പാക്കാണിത്. എന്തായാലും നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു ഇവൻറ്റ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഇവൻറ്റ് എടുക്കുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല. പിന്നെ അടുത്ത റിവാർഡ് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ബൈക്കിൻ്റെ സ്കിന്നാണ്. നമ്മുടെ ബണ്ടിൽ പോലെ തന്നെ ആ ഒരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഈ ഒരു ബൈക്കിൻ്റെ സ്കിന്നും വരുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ഫയറിങ് ആനിമേഷനും കാര്യങ്ങളൊക്കെ പുറകിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇവൻറ്റ് എന്തായാലും വെർത്തായിട്ടുള്ള ഇവൻ്റാണ്. ഇതിലെ ഓരോ ഐറ്റംസും അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ആഡാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇവൻറ്റ് എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതെന്ന് നോക്കുവാണെങ്കിൽ ഈ മാസം 24-ാം തീയതി ആയിരിക്കും ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഡയമണ്ടും കാര്യങ്ങളൊക്കെ സേവ് ആക്കി വെച്ചിരുന്നു. ഇത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അറിയില്ലാത്ത ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.